വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സപ്പിയൻസ്. പ്ലാന്റ് സപ്പിയൻസ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിൽ HSST ബോട്ടണി റിലേറ്റഡ്, അത് മാത്രമല്ല MSc സെറ്റ് എക്സാം എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള മൈക്കോളജിയിലുള്ള ബെസീഡിയോ മൈക്കോട്ടയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബെസീഡിയോ മൈക്കോട്ടയിൽ വരുന്ന ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചറാണ് അവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡോളിപ്പോസെപ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസ്സിൽ ഡോളിപ്പോസെപ്റ്റത്തിൻ്റെ ക്യാരക്ടേഴ്സ്, അവയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഡൈകാരിയോട്ടിക് ആൻഡ് മോണോകാരിയോട്ടിക് ഹൈഫയിൽ ഈ ഒരു ഡോളിപ്പോസെപ്റ്റം എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. നേരെ ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഡോളിപ്പോസെപ്റ്റം, നിങ്ങൾ ഈ ഒരു ഡോളിപ്പോസെപ്റ്റം അറിയുന്നതിന് മുന്നേ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടേം ആണ് ഹൈഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗസിന്റെ ഹൈഫേ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, സെപ്റ്റേറ്റും ഉണ്ട് അസെപ്റ്റേറ്റും ഉണ്ട്. ആ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. അപ്പോൾ ഈ ഒരു സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്ന കേസിൽ, അതായത് ഹയർ ഫംഗസ് ബെസീഡിയോ മൈക്കോട്ട പോലെയുള്ള ഹയർ ഫംഗസിന്റെ കേസിൽ സെപ്റ്റേ പ്രസന്റ് ആയിരിക്കും. അത്തരം ആൾക്കാരിൽ കാണുന്ന ഒരു ഫാക്ടർ, ഒരു ഡിസ്റ്റിങ്ഷൻ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഡോളിപ്പോസെപ്റ്റം എന്ന് പറയുന്നത്. ഇവയുടെ സ്ട്രക്ചർ മൈക്രോസ്കോപ്പ് വഴി കണ്ടുപിടിച്ചത് റോയൽ മൂർ ആൻഡ് ജെയിംസ് മെക്എലിയർ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകാർ ചേർന്നിട്ടാണ്. ഇവയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ക്രോസ് വോൾസ് അല്ലെങ്കിൽ സെപ്റ്റം. എവിടെയാണ് കാണുന്നത്? രണ്ട് അഡ്ജസന്റ് സെല്ല്, ഒരു ഫംഗൽ ഹൈഫേ. സപ്പോസ് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് സെല്ല് മാത്രമാണ് കാണുന്നത്. ഈ രണ്ട് സെല്ലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സെപ്റ്റം എന്ന് പറയുന്നത്. സാധാരണ ഈ രീതിയിലാണ് സെപ്റ്റം ഉണ്ടായിരിക്കുക. പക്ഷേ ഒരു ഡോളിപ്പോസെപ്റ്റം എന്ന് പറയുന്ന അവയുടെ ഷേപ്പ്, അതിന്റെ ടിപ്പിൽ ചെറിയൊരു ബൾജിങ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് സൈഡിലുള്ള ടിപ്പിൽ ചെറിയൊരു ബൾജിങ്ങും ഉണ്ടായിരിക്കും. ഈ രണ്ട് ബൾജിങ്ങിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്ട്രക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡിൽ കൊള്ളാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് സ്ലൈഡിൽ ആ ഒരു പിക്ചർ മാത്രമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു ഡോളിപ്പോസെപ്റ്റം എന്ന് പറയുന്നത് രണ്ട് സെൽസ്, ഒരു ഹൈഫയിലെ രണ്ട് സെൽസിന്റെ ഇടയിലായിട്ട് കാണുന്നതാണ്. ഒരു സെല്ലിൽ ഈ ഒരു സെപ്റ്റയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബാരൽ ഷേപ്പ് ആയിട്ടാണ്. ബാരൽ അല്ലെങ്കിൽ ഡോണറ്റ് ഷേപ്പ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഡോണറ്റ് ഷേപ്പ് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും ഈ ഒരു സെപ്റ്റൽ വോളിൽ. ഓക്കെ, അതിൽ എന്തുണ്ടായിരിക്കും? ഒരു സെൻട്രൽ പോറും ഉണ്ടായിരിക്കും. അത് സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കി വെക്കുക. ബാരൽ ഷേപ്പ് ആണ്, ഒരു സെൻട്രൽ പോറും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഉണ്ടാകുന്ന സെൻട്രൽ പോർ, ഇവിടെ കാണുന്ന ഈ ഒരു വിടവ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി നാരോ ആയിരിക്കും. നാരോ എന്ന് പറയുന്ന അബൌട്ട് 0.1 മുതൽ 0.2 മൈക്രോമീറ്റർ വരെയുള്ള വിട്ട് മാത്രമേ ആ ഒരു നാരോ സെൻട്രൽ പോറിന് ഉണ്ടായിരിക്കുള്ളൂ. ദെൻ ഇവയിപ്പം ഡെവലപ്പ് ചെയ്ത് മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പോറിന് ചുറ്റും ഒരു ബോർഡർ ഉണ്ടായിരിക്കും. ആ ഒരു ബോർഡർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡോം ഷേപ്പുള്ള പെർഫറേറ്റഡ് അല്ലാത്തതും ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡിൽ പറയുന്നുണ്ട്. ഡോം ഷേപ്പുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് പാരന്തോസോം എന്ന് പറയുന്നത്. ഓക്കെ, പാരന്തേസോം എന്ന് പറയുന്നത്. നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഈ ഒരു ഡോളിപ്പോസെപ്റ്റത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഒന്ന് സൈറ്റോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി. അത് ഇവിടെയുള്ള ഒരു വിടവ് കാരണം രണ്ട് സെല്ലും തമ്മിൽ സൈറ്റോപ്ലാസ്മിക് കണ്ടിന്യൂറ്റി ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിന് സഹായിക്കും. എന്തൊക്കെയാണ് മൂവ് ചെയ്യുന്നത്? സൈറ്റോപ്ലാസത്തിന്റെ പാസേജ്, അതുകൂടാതെ സ്മോൾ വെസിക്കിൾസ്, ചില സമയത്ത് മൈറ്റോകോൺഡ്രിയം ബിറ്റ്വീൻ സെൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റ് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി റെസ്ട്രിക്ട് ദ മൂവ്മെന്റ് ഓഫ് ലാർജ് ന്യൂക്ലിയൈ. ലാർജ് ന്യൂക്ലിയസിന്റെ എന്ത് ചെയ്യും? റെസ്ട്രിക്ട് ചെയ്യാണ്. ഇത് എന്തിനാ ഈ ഒരു ലാർജ് ന്യൂക്ലിയസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഡൈകാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡറി മെച്യൂർ ആകുന്ന കേസിൽ ഡൈകാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഡോളിപ്പോസെപ്റ്റം സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ദ പോർ ക്യാൻ റാപ്പിഡ്ലി സീൽഡ് ബൈ ഇലക്ട്രോൺ ഡെൻസ് മെറ്റീരിയൽ ടു പ്രിവെന്റ് എക്സസീവ് ലോസ് ഓഫ് സൈറ്റോപ്ലാസം ഓർ കമ്പാർട്ട്മെന്റലൈസ് ഡാമേജ് ഇഫ് എ ഹൈഫേ ഈസ് ഇൻജുവേർഡ്. ഇപ്പോൾ ഒരു ഹൈഫേ, ഇത് പ്രസന്റ് ആയിട്ടുള്ള ഹൈഫേ ഇൻജുവേർഡ് ആണ്. അപ്പൊ ഇൻജുവേർഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലൂടെ സൈറ്റോപ്ലാസം പുറത്തേക്ക് പോവാല്ലേ. അപ്പൊ ഏത് സെല്ലാണ് ഇൻജുർ ആയിട്ടുള്ളത് ആ ഒരു പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ടായിരിക്കും. അതായത് ഡാമേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സൈറ്റോപ്ലാസത്തിന്റെ ഓവർ ആയിട്ടുള്ള ലോസ് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡോളിപ്പോസെപ്റ്റം സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവയുടെ ഡീറ്റെയിൽ
ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പാർട്ടും കൊടുത്തേക്കുന്നുണ്ട്. അപ്പൊ ഇത് 2 കമ്പാർട്ട്മെന്റ് ആണ്. ഇത് 2 സെല്ലാണ് ഒരു ഹൈഫയുടെ. ആ 2 സെല്ലിലുള്ള സാധാരണ സെപ്റ്റി ആണ് ഇത്. ഓക്കെ, ആ സെപ്റ്റയുടെ ടിപ്പിൽ എന്തുണ്ട്? ബൾജിങ് ഉണ്ട്, സെപ്റ്റൽ തിക്കനിങ്. അപ്പൊ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സെപ്റ്റൽ തിക്കനിങ് ആണ്. ഇതുമാണ് സെപ്റ്റൽ തിക്കനിങ്. ആ ഒരു സെപ്റ്റൽ തിക്കനിങ് എന്താ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. 2 സെല്ലാണല്ലോ, സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് കാണിച്ചേക്കുന്നത്. ദെൻ ഇതിന്റെ ഇടയിൽ എന്താ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വലി സെപ്റ്റൽ പോറി എന്ന് പറയുന്നത്. ഓക്കെ, ആ സെപ്റ്റൽ പോറിൽ സെപ്റ്റൽ ഒക്ലൂഷൻസ് കാണുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്താണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് മാത്രമേ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ചുറ്റുമായിട്ട് കുറെ ആക്റ്റിൻ ഫിലമെന്റ്സ് ഒക്കെ പ്രസന്റ് ആയിട്ട് കാണാം. ദെൻ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ? ഈ ഒരു സ്ട്രക്ചറിനെയാണ്, ഈ ഒരു വയലറ്റ് കളറിൽ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പാരന്തോസോം എന്ന് പറയുന്നത്. ആ ഒരു പാരന്തോസോം ഇവിടെ കാണിച്ചേക്കുന്നത് പെർഫോറേറ്റഡ് ആണ്, അതായത് പോർസ് കാണുന്ന പാരന്തോസോംസ് ആണ് കാണിച്ചേക്കുന്നത്. ചില കേസിൽ പോർ ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഇത്തരം കേസ് എന്ന് പറയുന്നത് മോണോകാരിയോട്ടിക് ആണോ ഡൈകാരിയോട്ടിക് ആണോ എന്ന് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന ഒരു പിക്ചർ മോണോകാരിയോട്ടിക്കിന്റെ ആണോ അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക്കിന്റെ ആണോ എന്ന്. സോ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് ഒന്ന് കാണാം. സോ നെക്സ്റ്റ് ഡിഫറെന്റ് നോക്കാം. മോണോകാരിയോട്ടിക് മൈസീലിയം അല്ലെങ്കിൽ പ്രൈമറി മൈസീലിയത്തിലും സെക്കൻഡറി മൈസീലിയത്തിലും ഈ ഒരു ഡോളിപ്പോർ സെപ്റ്റയുടെ സ്ട്രക്ചറിനുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് കഴിയും. സോ ഈ ഒരു മോണോകാരിയോട്ടിക് മൈസീലിയത്തിൽ ഹാപ്ലോയിഡ് ആയിരിക്കുമല്ലോ. മോണോകാരിയോട്ടിക് ആണ്, ഹാപ്ലോയിഡ് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡൈകാരിയോട്ടിക്കിൽ N+N ആയിട്ടുള്ള 2 കോമ്പാറ്റിബിൾ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം ആൾക്കാരിൽ ഈ ഒരു 2 സെല്ല് വഴി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പാരന്തോസോംസ് എന്ന് പറയുന്നത് പെർഫോറേറ്റഡ് ആണ്. സോ നമ്മൾ തൊട്ട് മുന്നേയുള്ള സ്ലൈഡിൽ കാണിച്ചേക്കുന്ന ആ ഒരു സ്ട്രക്ചർ ഡോളിപ്പോർ സെപ്റ്റം എന്ന് പറയുന്നത് മോണോകാരിയോട്ടിക് ഹൈഫയിൽ കാണുന്ന സെപ്റ്റം ആണെന്ന് ഓർത്തു വെക്കുക. ഡൈകാരിയോട്ടിക്കിലാണെങ്കിൽ ഇംപെർഫോറേറ്റഡ് ആണ്, പെർഫോറേഷൻ ഉണ്ടാവില്ല. മെച്ചുറായി കഴിഞ്ഞാൽ ഈ ഒരു പെർഫോറേഷൻ ഉണ്ടാവില്ല. Then next എന്താ? പാരന്തോസോംസ് ആർ കണ്ടിന്യൂസ് വിത്ത് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മോണോകാരിയോട്ടിക് മൈസീലിയത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും പാരന്തോസോം. പക്ഷെ എന്താ ഡൈകാരിയോട്ടിക്കിൽ അങ്ങനെ ആയിരിക്കില്ല. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ബിറ്റ്വീൻ സെൽസ് തമ്മിൽ ന്യൂക്ലിയസിന്റെ പാസേജ് മോണോകാരിയോട്ടിക്കിൽ നടക്കും. പക്ഷെ ഡൈകാരിയോട്ടിക്കിൽ എന്ത് ചെയ്യും? അത് റെസ്ട്രിക്ട് ചെയ്യും. കാരണം ഡൈകാരിയോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലാമ്പ് കണക്ഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാമ്പ് കണക്ഷൻ മോണോകാരിയോട്ടിക് മൈസീലിയത്തിൽ ആ ഒരു ജനറലി ആബ്സെന്റ് ആണ്. ഡൈകാരിയോട്ടിക്കിൽ മാത്രമേ അത് പ്രസന്റ് ആയിട്ടുള്ളൂ. സോ ഇത്രയാണ് ഒരു ഡോളിപ്പോർ സെപ്റ്റത്തിന്റെ എൻറ്റയർ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.